പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പണം അടച്ചെങ്കിൽ മാത്രമേ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, ഈ ഹോസ്പിറ്റലിൽ തന്നെ വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു കുടുംബത്തിൽ അംഗമാണ് ഈ കിടക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അങ്ങനെ എത്രയോ പേര് ഇവിടെ വരുന്നുണ്ടല്ലോ, അവർക്കൊന്നും സൗജന്യ ചികിത്സ കൊടുക്കാറില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നയന അങ്ങനെ ഒരുപാട് പറഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്തായാലും പണം അടച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറയാണ്. അപ്പോഴേക്കും റിസപ്ഷനിലെ ആ കുട്ടി അങ്ങോട്ട് വരുന്ന സമയത്ത് അതിൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടാവും. അത് തട്ടിപ്പറിച്ച് നയന വാങ്ങിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ കുട്ടി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, എന്താ ഇതെന്ന്, എനിക്ക് ഒരാളെ വിളിച്ചേ പറ്റുള്ളൂ, അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് നയന ആരെയോ വിളിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഡോക്ടറാണെങ്കിലും എങ്ങനെയാണ് പണം അടക്കിയില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് നയനയാണെങ്കിലും അങ്ങനെ ജയഭൂമി പത്രത്തിൽ നിന്നുള്ള മെസ്സേജാണിത്. അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എല്ലാവരും അറിയണം, മീഡിയക്കാരെല്ലാവരും അറിയണം, എല്ലാ മീഡിയക്കാരെയും ഞാൻ വിളിച്ച് വരുത്തും എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അതാകുമ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കും, നിങ്ങളുടെ ജോലിനെയും ബാധിക്കും എന്ന് പറയാണ്. അപ്പോൾ അയാൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ബ്ലാക്ക് മെയിൽ ചെയ്യാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാനല്ലല്ലോ നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്, നിങ്ങളല്ലേ എന്നെ പണം ചോദിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് പറയണം കേട്ടോ. അപ്പോൾ എന്തായാലും അതങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അയാളാണെങ്കിലും ഇപ്പോൾ വരാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയിട്ട് ഹോസ്പിറ്റലിൻ്റെ MD-നെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അയാൾ എന്തായാലും പിന്നീട് ആദർശിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അയാൾ തിരിച്ച് വന്നിട്ട് ഇങ്ങനെ പേഷ്യൻറ്റിനെ ICU-യിലേക്ക് മാറ്റിയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഫീസ് അടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നയനിയാണെങ്കിലും പറയുന്നുണ്ട്, നിങ്ങൾക്ക് തരാനുള്ള ഫീസ് എന്തായാലും കൃത്യമായിട്ട് ഞാൻ തന്നിരിക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് ആദർശിനെ ICU-യിലേക്ക് മാറ്റിയിട്ട് എന്തായാലും ട്രീറ്റ്മെൻറ്റൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. പിന്നീട് നയനയാണെങ്കിലും ഇങ്ങനെ ആശ്വാസത്തിൽ പുറത്ത് നിൽക്കുകയാണ് കേട്ടോ. നയനയ്ക്ക് ഭയങ്കര സങ്കടമാണ്. പിന്നീട് ഡോക്ടർ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്ത് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ എല്ലാം ശരിയായിട്ടുണ്ട്, ഓക്സിജൻ കൊടുത്തപ്പോൾ എല്ലാം ശരിയായിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ വാർഡിലേക്ക് മാറ്റുമെന്ന് പറയണം. അപ്പോഴാണ് കേട്ടോ എനിക്കൊരു ആശ്വാസമാവുന്നത്. പിന്നീട് ആദർശിനെ വാർഡിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആദർശിനോട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും നയനേനെ കൈയൊക്കെ പിടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് നയനയാണെങ്കിലും ആദർശിൻ്റെ തലയിലേക്ക് അങ്ങനെ വിരലോടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശനാണെങ്കിലും നയനയുടെ ആ സ്നേഹമൊക്കെ തിരിച്ചറിയുന്നുണ്ട്. പിന്നീട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഓക്സിജൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ അത് ശരിയായി എന്നൊക്കെ ഇങ്ങനെ ആദർശാണെങ്കിലും നയനയോട് പറയുകയാണ് കേട്ടോ. അപ്പോഴാണ് കേട്ടോ നയനയ്ക്ക് ഒരു സമാധാനം ആവുന്നത്. എന്നിട്ട് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ എവിടേക്കാണ് പോകുന്നത് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ പുറത്ത് പോയിട്ടൊന്ന് വരാമെന്ന് പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് എണീറ്റ് പോകാനുണ്ട്. എന്നിട്ട് പുറത്ത് വന്നിട്ട് കരയുകയാണ്. അപ്പോൾ റിസപ്ഷനിൽ ഉണ്ടായിരുന്ന ആ കുട്ടി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ കരയുന്നതെന്ന്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഇത്രയും നേരം നല്ല പ്രഷറായിരുന്നു, അപ്പോൾ ഇപ്പോഴാണെന്നോ റിലീഫ് ആയതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ സങ്കടം വന്നാലും സന്തോഷം വന്നാലും കരയല്ലോ എന്നിങ്ങനെ നയന പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നീട് ആ കുട്ടി അവിടെ നിന്ന് പോവാണ്. പിന്നീട് നയന ആദർശിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ട്, എനിക്കിവിടെ കിടന്നിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ മുന്നേ തന്നെ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, വാർഡിലേക്ക് മാറ്റിയ അങ്ങനെ പേഷ്യൻ്റ് ഓക്കെയാണ്, വേണമെങ്കിൽ വീട്ടിൽ പോകാമെന്ന് പറയുമ്പോൾ എനിക്ക് രാത്രി ആദർശേട്ടനെയും കൊണ്ട് പോകാൻ പേടിയാണ്, രാവിലെ പോകാമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണെന്ന് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് നയനയാണെങ്കിലും അവിടെ ബഹളം വെച്ച് അത്രയും ഭർത്താവിന് വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിച്ചതൊക്കെയാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത് അതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ഇങ്ങനെ ആദർശിനോട് നയനയെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ഭാര്യ നിങ്ങളുടെ ഭാഗ്യമാണ്, ഇങ്ങനെ കൈവിടാതെ മുറുകെ പിടിച്ചോണം ജീവിതകാലം മുഴുവൻ എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദർശിനെ ആ നയനയുടെ സ്നേഹവും ആത്മാർത്ഥതയൊക്കെ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്നേഹത്തോടു കൂടി ആദർശൻ നയനെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടെ കിടന്നിട്ട് എന്തോ ഒരു അസ്വസ്ഥത പോലെ, ഞാൻ വീട്ടിലേക്ക് പോയിക്കോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഇങ്ങനെ കുഴപ്പമില്ലെങ്കിൽ ഞാൻ ഡിസ്ചാർജ് ചെയ്ത് തരാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നയനെ കുറിച്ച് ഒരുപാട് ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ഡോക്ടർ ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ കുട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ജീവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടി ജീവൻ ഒടുക്കിയേനെ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ നയനയുടെ ആ സ്നേഹവും ആത്മാർത്ഥതയൊക്കെ ആദർശിന് മനസ്സിലാവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ആദർശ് വീട്ടിലേക്ക് പോകണമെന്ന് പറയുന്ന സമയത്ത് ഡോക്ടർ ഡിസ്ചാർജ് ചെയ്ത് തരാം, പേഷ്യൻറ്റിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ പോകാമെന്നൊക്കെ പറയണം. അപ്പോൾ നയനയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ വീട്ടിലേക്ക് പോകാൻ. നയനയ്ക്കാണെങ്കിലും പേടിയാണ്, ഇങ്ങനെ സ്കൂട്ടറിൽ തിരിച്ചു പോകാമെന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്, ഞാൻ ഓടിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, ആദർശേട്ടന് നല്ല ക്ഷീണമുണ്ട്, നാളെ പോകാമെന്ന് പറയണം. അപ്പോൾ ആദർശിനെ എന്തായാലും വീട്ടിലേക്ക് പോയേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഡോക്ടറാണെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഭാര്യ കൂടെ ഉള്ളപ്പോൾ എന്തിനാ പേടിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദർശൻ എന്നോട് പറയുന്നുണ്ട്, അപ്പോൾ ഡോക്ടറിനെ പറഞ്ഞത് കേട്ടില്ലേ, നീ എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഒരു കാര്യം പേടിക്കേണ്ട എന്നല്ലേ ഡോക്ടറും പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ നയനയ്ക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ. ഡോക്ടറാണെങ്കിലും നയനെ കുറിച്ച് ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെയാണല്ലോ ആദർശിനോട് പറഞ്ഞത്. അപ്പോൾ പിന്നീട് ഡോക്ടറാണെങ്കിലും നയനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഇൻഹേലറൊക്കെ കൃത്യമായിട്ട് വെക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻഹേലർ കൊണ്ട് മാറ്റാൻ പറ്റാവുന്ന ഒരു ഇതാണ്, അപ്പോൾ ഇത് ഹോസ്പിറ്റലിൽ വരെ എത്തേണ്ടി വന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഡോക്ടറാണെങ്കിലും ആദർശിനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ മൂർത്തീസ് ജ്വല്ലറീസിനെ കുറിച്ചൊക്കെ ഞാൻ അന്വേഷിച്ചു, അപ്പോൾ നിങ്ങളെപ്പോലെ ഒരാൾക്ക് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് തരാതെ ഞാനിവിടെ കിടത്താൻ പാടില്ലായിരുന്നു, നല്ല ട്രീറ്റ്മെൻറ്റ് തന്നെ തരേണ്ടിയിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് ഇങ്ങനെ പറയുന്നുണ്ട്, വീട്ടിലെത്തിയാൽ ഉടനെ തന്നെ ഞാൻ ഫീസ് അടച്ചോളാം എന്നുള്ളൊരു കാര്യമൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആദർശിന് നയനയുടെ ആ സ്നേഹവും ആത്മാർത്ഥതയൊക്കെ മനസ്സിലായിട്ടുണ്ട്. നയനയോട് ഇങ്ങനെ സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ആദർശിനാണെങ്കിലും നയനയ്ക്കാണെങ്കിലും ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ആദർശാണെങ്കിലും നയനെ മനസ്സിലാക്കിയല്ലോ എന്നുള്ള അതിൽ